ദുരൂഹത നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആത്മഹത്യ എന്നുള്ള നിലയിലാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ കുടുംബം പറയുന്നുണ്ട് അത് ആത്മഹത്യ അല്ല എന്നുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വീട്ടുകാർക്ക് വേണ്ട സഹായം, അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള സഹായം നൽകുമല്ലോ. അല്ല, ഇപ്പം ഞാൻ നമ്മുടെ 2 മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടാൻ ആവശ്യമായിട്ടുള്ള നമ്പറുകൾ വീട്ടുകാർക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ വിദേശകാര്യ വകുപ്പുമായി ഓൾറെഡി നമ്മൾ ഈ മെസ്സേജ് കൊടുക്കുകയും വിദേശകാര്യ വകുപ്പിൽ വിവരമറിയിക്കുകയും ഇവരുടെ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവാസി സംവിധാനം നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. ആ സംവിധാനത്തിൽപ്പെട്ട നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ ഈ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഓൾറെഡി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവരോടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങളൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദേഹമാസകലം പാടുകളാണ്. ക്രൂരമായി തന്നെ അതിലെ ഉപദ്രവിച്ചിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരുപാട് നമുക്കിതിൻ്റെ മുഴുവൻ നിജസ്ഥിതിയും അറിഞ്ഞിട്ട് വേണം പ്രതികരണം നടത്താൻ എന്നുള്ളതാണ്. വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ധാരാളം മരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓരോ സമയത്തും നമ്മൾ ഇത്തരത്തിൽ പെൺകുട്ടികളുടെ വേദനകൾ കേരളത്തിൽ പങ്കുവയ്ക്കപ്പെടുകയും അവരുടെ ക്രൂരമായിട്ടുള്ള മരണങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും വീണ്ടും വീണ്ടും ഇത് തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും അത് വേദനാജനകവുമാണ്. ഇതിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് അന്വേഷണം നടക്കണം. അതിൻ്റെ അമ്മയും അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അവരെല്ലാം തന്നെ മാനസികമായിട്ട് വല്ലാത്ത ഒരു അസ്വസ്ഥതയിലാണുള്ളത്. അപ്പോൾ ആദ്യം കുടുംബാംഗങ്ങളുടെ വാക്കുകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്നതിന് ശേഷം അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായങ്ങൾ കാര്യങ്ങൾ എല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വിസ്മയ, വിഭജിക, ഒടുവിൽ ഇപ്പോൾ ഇങ്ങനെ തുടർച്ചയായി പെൺകുട്ടികൾ പീഡനത്തിനിരയായി മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അതും വിദേശത്ത് ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇത് വളരെയധികം അതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ പറയും, പക്ഷെ ഞങ്ങളെയൊക്കെ പിന്തിരിപ്പന്മാർ അല്ലെങ്കിൽ പഴഞ്ചൻ ആൾക്കാർ എന്നാണ് പറയുക. ഈ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള വ്യവസ്ഥിതി പലയിടങ്ങളിലും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പെൺകുട്ടിയെ അവളെ കൃത്യമായിട്ട് അവളെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവളെ അടുത്തറിയാനും പരസ്പരം ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ ആ ജീവിതത്തിൽ പൂക്കൾ താനെ കൊഴിയുകയല്ല, തല്ലി കൊഴിക്കുന്നത് പോലെ ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ വീണ്ടും വീണ്ടും ഇല്ലായ്മ ചെയ്യപ്പെടുമ്പോൾ ഒരു പക്ഷേ നമുക്ക് സമൂഹത്തിന് കുറേ കൂടി കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. കാരണം ഒന്ന്, തെറ്റ് ചെയ്യുന്നവർക്ക് കനത്ത ശിക്ഷ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് ഒരു വക്കീലുണ്ടെങ്കിൽ നിയമത്തിൻ്റെ പരിരക്ഷയിലൂടെ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനുള്ള ആളുകളും ഇവിടെയുണ്ട്. ഇപ്പം നമുക്ക് അറിയാമല്ലോ, സൗമ്യ ഉൾപ്പെടെയുള്ള എത്രയോ പെൺകുട്ടികളുടെ മരണം നമ്മൾ ചർച്ച ചെയ്താണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് അനുസൃതമായിട്ട് നിയമത്തിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ നിയമ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് ഇത്തരം സാഹചര്യങ്ങളോടുള്ള താല്പര്യം എന്താണ്? അതായത് ഞങ്ങൾ ഇത്തരത്തിലുള്ള കേസുകൾ വാദിക്കില്ല എന്ന് തീരുമാനമെടുക്കാൻ സാധിക്കില്ല, പക്ഷെ അവർ വാദിക്കും. എന്നാൽ ഞങ്ങൾ സത്യത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് നിയമ നിർമ്മാണം നടത്തും എന്ന് തീരുമാനിക്കാൻ നിയമവിദഗ്ധന്മാർ മുന്നോട്ട് വരാത്തിടത്തോളം കാലം പഴുതുകൾ സൃഷ്ടിച്ചുകൊണ്ട് കള്ളന്മാർ, അക്രമികൾ, പീഡകർ രക്ഷപ്പെടുന്ന ഒരു നാടായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുന്നിൽ നിൽക്കും എന്നുള്ളതാണ്. അതൊരു വെറും പേര് മാത്രമാണ്. അതായത് ആ കുഞ്ഞു പെൺകുട്ടിയെ പെരുമ്പാവൂരിൽ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം ആളൂരിൻ്റെ ഓഫീസ് കൈകാര്യം ചെയ്യും എന്ന് വരെ പറയേണ്ട ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ എനിക്കൊക്കെ ഉണ്ടായി. അതായത് ഇത്തരത്തിലുള്ള കേസുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണ്, കാരണം കൂടുതൽ പണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് പക്ഷേ ആളൂരിന് ഒരു മരണത്തിന് തൊട്ട് മുമ്പത്തെ സാഹചര്യമായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ആ മനുഷ്യന് ആ കേസിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കേസിൽ അയാൾ എടുക്കുകയും ഞാൻ പ്രതിക്ക് വേണ്ടിയിട്ട് തെറ്റ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വാദിക്കില്ല എന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പറയുന്നതും നമ്മൾ കണ്ടു. പക്ഷേ അത് ഒരു പേര് മാത്രമാണ്. നിരവധി പേരുകൾ അത്തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനകത്തുണ്ട്. തെറ്റിൻ്റെ പിറകെ പോകാൻ പഠിച്ച് വിദ്യാഭ്യാസം നേടി കോട്ടിട്ട് നിയമപണ്ഡിതന്മാരായിട്ട്
കൂടുതൽ തെറ്റിൻ്റെ പുറകിൽ പോകാൻ ആളുകളെ സഹായിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതിനെ അതിജീവിക്കാൻ നല്ല നിയമവിദഗ്ധന്മാരെ ഇത്തരത്തിൽ നഷ്ടപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ഇന്ന് ദൗർഭാഗ്യമായിട്ടുള്ളൊരു സംഭവമാണ് എങ്കിൽ കൂടി അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഞങ്ങൾ പ്രസ്ഥാനം തയ്യാറാവും. അമ്മയും അച്ഛനും ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ മുൻനിരയിൽ തന്നെ ഉണ്ടാകും. ഷാർജയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ കൊല്ലം ചവറയിലെ വീട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ സന്ദർശിക്കുകയുണ്ടായി. അതിനുശേഷം ശോഭ